പരിശുദ്ധാത്മാവ് എന്ന വിഷയത്തിൻ്റെ പഠനത്തിൽ ഇനി നമ്മൾ ചിന്തിക്കുന്നത് ആത്മമുദ്ര എന്നുള്ളതായ വിഷയമാണ്. അതിനാധാരമായിട്ട് ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 21-22 വാക്യങ്ങൾ. ഞങ്ങളെ നിങ്ങളോട് കൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവ് എന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നും ഇരിക്കുന്നു. ഈ ഭാഗത്ത് നമ്മെ മുദ്രയിട്ടിരിക്കുന്നത് ദൈവമാണ്. പരിശുദ്ധാത്മാവിനാലുള്ള മുദ്ര ദൈവമാണ് നമ്മിൽ ഇട്ടിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കുന്നു. ഇനി നമുക്ക് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 13-14 വാക്യങ്ങൾ വായിക്കാം. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിനു വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ഇവിടെ നാം കാണുന്നതായ കാര്യം, ഈ മുദ്രയിടുവാൻ മുഖാന്തരം നമ്മുടെ വിശ്വാസമാണ്. മറ്റൊന്ന്, നമ്മെ മുദ്രയിടുന്നതിനുള്ള ആ മുദ്ര പരിശുദ്ധാത്മാവാണ്. അങ്ങനെ ദൈവമാണ് മുദ്രയിടുന്നത് എന്നും പരിശുദ്ധാത്മാവ് കൊണ്ടാണ് ദൈവം മുദ്രയിടുന്നത് എന്നും നമുക്ക് മനസ്സിലാകുന്നു. ഇനി മൂന്നാമതൊരു കാര്യം, എഫേസ്യർക്ക് എഴുതിയ ലേഖനം തന്നെ 4-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. ഇവിടെ ആ മുദ്ര വീണ്ടെടുപ്പ് നാൾ വരെ നിൽക്കുന്നതാണ് എന്ന് കാണിക്കുന്നു. ഈ 3 വേദഭാഗങ്ങളാണ് പരിശുദ്ധാത്മ മുദ്രയെ സംബന്ധിച്ച് പുതിയ നിയമത്തിൽ പറയുന്നത്. ഈ മുദ്രയോടുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താണ്? മുദ്ര ചെയ്യപ്പെടുന്നത് കൊണ്ട് എന്താ ഗുണം? ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമതായിട്ട് ആ ബന്ധത്തിൽ നമുക്ക് യെരമ്യാ പ്രവചനം 32-ാം അധ്യായം 9-10 വാക്യങ്ങൾ വായിക്കാം. അങ്ങനെ ഞാൻ ഇളയപ്പൻ്റെ മകൻ ഹനമയേലിനോട് അനാഥോത്തിലെ നിലം മേടിച്ചു. വില 17 ശേക്കൽ വെള്ളി തൂക്കിക്കൊടുത്തു. ആധാരം എഴുതി മുദ്രയിട്ടു. സാക്ഷികളെ കൊണ്ട് ഒപ്പിടിവിച്ച ശേഷം ഞാൻ പണം അവന് തുലാസിൽ തൂക്കിക്കൊടുത്തു. ഇവിടെ ഒരു വസ്തുവിൻ്റെ കച്ചവടം നടക്കുന്നു. കാര്യങ്ങളുടെ അവസാനത്തിങ്കൽ ആ ആധാരം മുദ്രയിടുന്നു. അതുകൊണ്ട് മുദ്രയിടുന്നതിനാൽ ഉദ്ദേശിക്കുന്നത് ആ ഇടപാട് അവസാനിച്ചു, ട്രാൻസാക്ഷൻ ഈസ് ഫിനിഷ്ഡ്. അങ്ങനെ ആ ഇടപാട് അവസാനിച്ചു എന്നതിൻ്റെ അടയാളമാണ് മുദ്ര ആയിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവം നമ്മെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കയാൽ പിശാചിൻ്റെ വകയായിരുന്ന നമ്മെ ദൈവം സ്വന്തം പുത്രൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങി ദൈവത്തിൻ്റെ പുത്രന്മാരാക്കിയപ്പോൾ തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടു എന്ന് പറഞ്ഞാൽ ഇടപാട് തീർന്നിരിക്കുന്നു. പിശാചിൻ്റെ വകയായിരുന്നത് ഇപ്പോൾ ദൈവത്തിൻ്റെ വകയായി തീർന്നിരിക്കുന്നു. ആധാരം മുദ്രയിട്ടതുപോലെ നമ്മെ ദൈവം പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നാം ഗ്രഹിക്കുന്നതായ കാര്യം, നമ്മെ ദൈവം വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞു, ആ കാര്യം അവസാനിച്ചിരിക്കുന്നു, പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഇനി രണ്ടാമതായിട്ട് ഈ മുദ്ര വെളിപ്പെടുത്തുന്ന ഒരു കാര്യം, മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ
66 വാക്യം നമുക്കൊന്ന് വായിക്കാം. അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ചു, കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. ഇതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാമല്ലോ. കർത്താവായ യേശുക്രിസ്തുവിനെ കല്ലറയിൽ അടക്കം ചെയ്തതിൻ്റെ ശേഷം യഹൂദന്മാർ ചെന്ന് ന്യായാധിപൻ്റെ അടുക്കൽ പറഞ്ഞു, അവൻ്റെ ശിഷ്യന്മാർ, അതായത് യേശുവിൻ്റെ ശിഷ്യന്മാർ വന്ന് ശവശരീരമെങ്ങാനും മോഷ്ടിച്ചു കൊണ്ടുപോയിട്ട് അവൻ ഉയിർത്തെഴുന്നേറ്റു എന്ന് അവകാശപ്പെടും, അത് നമുക്ക് വലിയ ചതിയായിത്തീരും. അങ്ങനെ പറഞ്ഞപ്പോഴാണ്, എന്നാൽ പോയി കല്ലറ സുരക്ഷിതമാക്കിക്കോളൂ എന്ന് പറഞ്ഞ് ന്യായാധിപൻ അവരെ അയച്ചത്. അങ്ങനെ ആ കല്ലറയെ സുരക്ഷിതമാക്കാൻ തൻ്റെ അനുയായികളോ ആരും വന്ന് ആ ശരീരം എടുത്തുകൊണ്ടു പോകാതെ വണ്ണം കല്ലറയെ സുരക്ഷിതമാക്കാനാണ് ആ മുദ്ര ഇട്ടത്. അതുപോലെ നമ്മെ ദൈവം പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നത് നമ്മെ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ആരും കൊണ്ടുപോകാതിരിക്കാനാണ്. ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ആരും കൊണ്ടുപോകില്ല, നമുക്കറിയാം. ദൈവം സർവശക്തനാണ്. എന്നാൽ ഈ നിലയിലുള്ള കാര്യങ്ങളും ക്രമീകരണങ്ങളും ദൈവം ചെയ്യുന്നത്, എന്നിട്ട് നമ്മെ അത് അറിയിക്കുന്നത് നമുക്കുറപ്പാകാനാണ്, നമുക്ക് ധൈര്യം പകരാനാണ്, നമ്മുടെ സുരക്ഷിതത്വത്തെ ബോധ്യപ്പെടുത്താനാണ്. കർത്താവിൻ്റെ രക്തത്താൽ നമ്മെ വിലക്കി വാങ്ങിയിട്ട് ദൈവം നമ്മെ മുദ്രയിട്ടിരിക്കയാൽ ഇനി നാം ദൈവത്തിൻ്റെ പക്ഷത്ത് സുരക്ഷിതമായിരിക്കും. പിശാച് ഇനി നമ്മെ തട്ടിക്കൊണ്ടു പോവുകയില്ല. നമുക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷ ഒരിക്കലും നഷ്ടമാവുകയില്ല. നാം പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടവരാണ്. മൂന്നാമത്തെ കാര്യം, ഈ സുരക്ഷിതത്വത്തോട് ബന്ധപ്പെട്ട് മുദ്രയെ നാം പഠിക്കുമ്പോൾ പഴയ നിയമത്തിൽ രാജമോതിരം കൊണ്ട് മുദ്രയിട്ടതായ ഒരു കൽപ്പനയോട് ബന്ധപ്പെട്ട് അവിടെ പറയുന്നൊരു വാചകം ശ്രദ്ധേയമാണ്. അത് എസ്തേറിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിലാണ് കാണുന്നത്. നിങ്ങൾക്ക് ബോധിച്ചതുപോലെ നിങ്ങളും രാജാവിൻ്റെ നാമത്തിൽ യഹൂദന്മാർക്ക് വേണ്ടി എഴുതി രാജാവിൻ്റെ മോതിരം കൊണ്ട് മുദ്രയിടുവിൻ. രാജനാമത്തിൽ എഴുതുകയും രാജമോതിരം കൊണ്ട് മുദ്രയിടുകയും ചെയ്ത രേഖയെ ദുർബലപ്പെടുത്തുവാൻ ആർക്കും പാടില്ലല്ലോ. മനുഷ്യരുടെ ഇടയിലുള്ളതായ ഒരു സമ്പ്രദായമാണ്, നിയമപ്രകാരമുള്ള ഒരു സമ്പ്രദായം. അതെന്താ? രാജമോതിരം കൊണ്ട് മുദ്രയിട്ടാൽ പിന്നെ അതിനെ ആർക്കും ദുർബലപ്പെടുത്തുവാൻ കഴിയുകയില്ല. നോക്കുക, അങ്ങനെയാണെങ്കിൽ രാജാതിരാജാവിൻ്റെ കർത്താതികർത്താവിൻ്റെ ആ മുദ്ര ആർക്ക് ദുർബലപ്പെടുത്തുവാൻ കഴിയും? ആരാലും സാധ്യമല്ല. ഇനി മറ്റൊരു കാര്യം ഈ മുദ്ര ചൂണ്ടിക്കാണിക്കുന്നത്, മുദ്ര ഉടമസ്ഥാവകാശത്തെ ചൂണ്ടിക്കാണിക്കുന്നു. ഈ പറഞ്ഞ ആശയങ്ങളിൽ അത് ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് വരികിലും വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 2ഉം 3ഉം വാക്യങ്ങളൊന്ന് വായിക്കാം. മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിൻ്റെ മുദ്രയുമായി കിഴക്ക് നിന്ന് കയറുന്നതും കണ്ടു. അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാരോട്, നമ്മുടെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഇവിടെ നാം കാണുന്നത് ദൈവത്തിൻ്റെ ദാസന്മാർ ദൈവത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ദൈവത്തിൻ്റെ വകയായിട്ടുള്ള ആളുകളെ മുദ്രയിടുന്നു. ആകയാൽ മുദ്ര ഉടമസ്ഥ അവകാശത്തെ ചൂണ്ടിക്കാണിക്കുന്നു. നമ്മളൊരു പുസ്തകം വാങ്ങിച്ചാൽ നമ്മുടെ പേരിൻ്റെ ഒരു സീല് അതിന്മേൽ അടിക്കുന്നു. അങ്ങനെ അനേക കാര്യങ്ങളിന്മേൽ നാം നമ്മുടെ മുദ്ര പതിക്കും, നമ്മുടെ ഉടമസ്ഥാവകാശം വെളിപ്പെടുത്താനായിട്ട്. ഞാൻ ഓസ്ട്രേലിയയിൽ കണ്ട ഒരു പ്രത്യേകത,
ഓസ്ട്രേലിയയിൽ മാത്രമല്ല, അത് അനേക രാജ്യങ്ങളിൽ അങ്ങനെ ഉണ്ട്. എങ്കിലും ഞാൻ അവിടെയാണ് ശ്രദ്ധിച്ചത്. അവിടെ ചില ആളുകൾക്ക് 500, 800, 1000 പശുക്കളൊക്കെ ഉണ്ട്. അടുത്തുള്ള ആ ആൾക്കും അതുപോലെയൊക്കെ കാണും. ചുരുക്കം ചില സമയങ്ങളിൽ ഇവ ഇടകലരാനുള്ളൊരു സാധ്യതയുണ്ട്. ഏതെങ്കിലും ആവശ്യത്തിന് വെളിയിൽ കൊണ്ടുപോകുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ അതിർത്തിയിൽ എന്തെങ്കിലും പൊളിയുകയോ മറ്റോ ചെയ്യുമ്പോൾ അങ്ങനെ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഏതു പശു ആരുടെ എന്നറിയാൻ ആ പശുവിൻ്റെ ഓരോന്നിൻ്റെയും ചെവിയിൽ അവർ അവരുടെ മുദ്ര കൊത്തിയിട്ടുണ്ട്. അത് മാഞ്ഞു പോകാത്ത നിലയിലുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് അവരത് നോക്കി ആ മുദ്ര നോക്കിയിട്ട് ഇതെൻ്റെയാ, ഇത് നിങ്ങളുടെയാ എന്ന് പറയും. ഉടമസ്ഥാവകാശത്തെ ചൂണ്ടിക്കാണിക്കുന്നു. നമ്മെ ദൈവം പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു എന്നതിനാൽ നാം ദൈവത്തിൻ്റെ വകയാണ്, ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്, ദൈവത്തിൻ്റെ മുതലാണ് തൻ്റെ മക്കൾ ഓരോരുത്തരും എന്നത് അതിനാൽ ചൂണ്ടിക്കാണിക്കുന്നു. ഇനി എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിൽ ഈ മുദ്ര വീണ്ടെടുപ്പ് നാൾ വരെയാണ് എന്ന് പറഞ്ഞു. നമ്മെ വീണ്ടെടുത്തപ്പോഴാണ് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടത്. രക്ഷിക്കപ്പെടുന്ന അനുഭവമാണല്ലോ ദൈവത്താൽ വീണ്ടെടുക്കപ്പെടുന്ന അനുഭവം. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട അഥവാ വീണ്ടെടുക്കപ്പെട്ട നമ്മെയാണ് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നത്. പിന്നെ ആ മുദ്രയുടെ കാലാവധി നമ്മുടെ വീണ്ടെടുപ്പ് നാൾ വരെയാണ് എന്ന് പറഞ്ഞാൽ വീണ്ടെടുക്കപ്പെട്ട നമുക്ക് ശേഷിക്കുന്ന വീണ്ടെടുപ്പ് ഏതാ? നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ്. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം നോക്കുക. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചവരായ നാം, അർത്ഥാൽ വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കൾ. എന്നിട്ട് പറയുന്നത് നാം ആ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വത്തിനു വേണ്ടി കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പാണ് വിശ്വാസികൾക്കുള്ള വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. ആ വീണ്ടെടുപ്പ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വരുമ്പോഴാണ് നടക്കുന്നത്. നാം ഈ താഴ്ചയുള്ള ശരീരത്തിലാണ് ജീവിക്കുന്നതെങ്കിലും നാം മരിച്ചുപോയാൽ ഉയിർത്തെഴുന്നേൽപ്പിൽ കൂടെയും, അല്ല കർത്താവിൻ്റെ വരവിങ്കൽ നാം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ രൂപാന്തരത്തിൽ കൂടെയും നാം ഈ താഴ്ചയുള്ള ശരീരത്തെ വിട്ട് മഹത്വമുള്ള അവൻ്റെ ശരീരത്തോട് അനുരൂപരാകും. ദൈവത്തിന് സ്തോത്രം. നാം അത് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20-ഉം 21-ഉം വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അങ്ങനെ മഹത്വമുള്ള ശരീരത്തോട് നാം രൂപപ്പെട്ട് കഴിയുമ്പോൾ, ഈ താഴ്ചയുള്ള ശരീരം നമ്മിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ പിന്നെ നമ്മിൽ പാപപ്രകൃതി ഇല്ല. പിന്നെ നമുക്ക് പാപം ചെയ്യുവാൻ കഴിയുകയില്ല. പിന്നെ പിശാചിന് വശംവദരാകാൻ നമുക്ക് സാധ്യമല്ല. ആ ദിവസം വരെ ഈ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര നമുക്ക് നൽകിയിരിക്കുകയാണ്. എത്ര മനോഹരമായിട്ടാണ് ദൈവം കാര്യങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ജഡത്തിൽ നാം വസിക്കുമ്പോൾ നമ്മിൽ പാപ സ്വഭാവം ഇപ്പോഴും കുടിയിരിക്കുന്നതിനാൽ തെറ്റുകുറ്റങ്ങൾ, പാപങ്ങൾ വന്നു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ദൈവം ബാലശിക്ഷ നൽകും, ദൈവം നമ്മെ ശിക്ഷിക്കും, ദൈവം നമ്മെ ശുദ്ധീകരിക്കും, സംശയമൊന്നുമില്ല. എന്നാൽ അങ്ങനെ വരാമാകുന്ന വീഴ്ചകളാൽ, താഴ്ചകളാൽ നാം പിന്നെയും പിശാചിന് അധീനരായി പോകാൻ, നാം വീണ്ടും അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച അവസ്ഥയിലേക്ക് പോകാൻ
ദൈവം ഒരു നാളും അനുവദിക്കാതെ വണ്ണം വീണ്ടെടുപ്പ് നാൾ വരേക്കും നമ്മെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ഓരോ ദൈവ പൈതലിനും ദൈവം അതിൽ കൂടെ കൊടുക്കുന്നതായ ഉറപ്പെന്താണെന്ന് ചോദിച്ചാൽ, മകനെ മകളെ, നീ എൻ്റെ സ്വന്തമാണ്. നിന്നെ എൻ്റേതാക്കി തീർക്കുന്നതായ ട്രാൻസാക്ഷൻ, ആ ഇടപാട് അവസാനിച്ചിരിക്കുന്നു. ഇനിയും നീ എൻ്റെ കൈകളിൽ സുരക്ഷിതമായിരിക്കും. ആ സുരക്ഷിതത്വത്തിൻ്റെ മുദ്ര നിൻ്റെ താഴ്ചയുള്ള ശരീരം മാറി കർത്താവിൻ്റെ മഹത്വമുള്ള ശരീരത്തോട് നീ അനുരൂപയായി രൂപാന്തരപ്പെടുന്നത് വരെ അത് നിൽക്കും. രൂപാന്തരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു മുദ്രയുടെയും ആവശ്യമില്ല. നാം സ്വർഗത്തിൽ കർത്താവിനോട് കൂടെ ആയിരിക്കും. അവിടെയുള്ള നമ്മെ പരീക്ഷിക്കുവാനോ, അവിടെയുള്ള നമ്മെ ഭീഷണിപ്പെടുത്തുവാനോ, അവിടെയുള്ള നമ്മെ പാപത്തിൽ കുടുക്കുവാനോ പിന്നെ പിശാചിന് കഴിയുകയില്ല. പരിശുദ്ധാത്മ മുദ്രയ്ക്കായി ദൈവത്തിന് സ്തോത്രം.